ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ വീഡിയോ കണ്ട് തീരുമ്പോഴേക്കും എല്ലാവരുടെയും UPIയിലോട്ടോ പേടിഎം വാലറ്റിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടോ ഏതിലോട്ടോ വേണമെങ്കിലും 100 രൂപ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു അടിപൊളി ലൂട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ജസ്റ്റ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. 100 രൂപ ഫ്രീ ആയിട്ട് കിട്ടും. 100% ഗ്യാരണ്ടിയാണ്. ജസ്റ്റ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു തരുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓഫർ ലിങ്ക് എന്ന് പറഞ്ഞൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ UPI ID അടിച്ചു കൊടുക്കുക. ഇവിടെ പേടിഎമ്മിലോട്ട് പേയ്മെൻറ്റ് വേണ്ടവർ പേടിഎം നമ്പർ .wallet@paytm എന്നുള്ള രീതിയിൽ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്സ്റ്റോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനാണ് പറയുക. ജസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെയുള്ള സ്റ്റോക്ക് വാങ്ങിക്കാനും വിൽക്കാനൊക്കെ പറ്റുന്ന ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആണ്. ജസ്റ്റ് ഫ്രീ ആണ്. നമ്മൾ ഒരു രൂപ പോലും ചാർജ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയതിനു ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് പെർമിഷൻ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. OTP വരും. ആ ഒരു OTP സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ ഇമെയിൽ ID സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, ഇതിൽ നിങ്ങളുടെ ഇമെയിൽ ID ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഇമെയിൽ IDയും ഷോ ചെയ്ത് വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കംപ്ലീറ്റ് യുവർ KYC എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒരു 5 മിനിറ്റോളം ഇവിടെ വെയിറ്റ് ചെയ്ത് വെക്കുക. 5 മിനിറ്റിനുള്ളിൽ തന്നെ 1 രൂപ റിസീവ് ആയി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വരും. ഇനി മെസ്സേജ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുക. അതായത് ആ ഒരു ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ SBIൻ്റെ ആണെങ്കിൽ യോനോ SBI, ഫെഡറലിൻ്റെ ആണെങ്കിൽ ഫെഡ് മൊബൈൽ, പേടിഎമ്മിൻ്റെ ആണെങ്കിൽ പേടിഎം ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 രൂപ വന്നോ ഇല്ലയോ എന്ന് മനസ്സിലാവും. 1 രൂപ വന്നെങ്കിൽ മാത്രം ഇനിയുള്ള സ്റ്റെപ്പ് ചെയ്യുക. 1 രൂപ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള സ്റ്റെപ്പ് ചെയ്യാൻ നിൽക്കരുത്, പേയ്മെൻറ്റ് കിട്ടില്ല. ഓക്കെ, 1 രൂപ വന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കംപ്ലീറ്റ് യുവർ KYC എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. 1 രൂപ വന്നിട്ടില്ല, ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ടും വന്നിട്ടില്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കുക. ഓക്കെ, അതിനുശേഷം 1 രൂപ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് യുവർ KYC എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളോട് കുറച്ച് ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് അത് <1 year കൊടുക്കാം. പിന്നെ ആനുവൽ ഇൻകം നിങ്ങളുടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒക്കുപ്പേഷൻ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ അതർ കൊടുക്കുന്നുണ്ട്. അതർ കൊടുത്താലും പ്രശ്നമില്ല, സ്റ്റുഡൻറ്റ് കൊടുത്താലും പ്രശ്നമില്ല, ഏത് കൊടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ അതർ കൊടുക്കാൻ ശ്രമിക്കുക. വേറെ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം നിങ്ങളെ പറ്റി ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ പേര് മെയിലാണോ ഫീമെയിലാണോ സെലക്ട് ചെയ്യുക. അതുപോലെ സിംഗിൾ ആണോ മാരീഡ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. അതൊക്കെ എല്ലാ ബോക്സിലും ടിക്ക് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡ്രോ സിഗ്നേച്ചർ എന്ന് പറഞ്ഞൊരു ബട്ടൺ പ്രസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു നോട്ട് പാഡ് പോലത്തെ ഒരു സംഭവം ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങളുടെ ഫിംഗർ ഉപയോഗിച്ച് നിങ്ങളുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒപ്പിടുക. അതായത് ഈ സ്ക്രീനിൻ്റെ മുകളിൽ ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സൈൻ ഒന്ന് ഇടുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. പാൻ കാർഡിലുള്ള സൈൻ തന്നെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നിങ്ങളോട് നിങ്ങളുടെ പാൻ കാർഡ് നമ്പറാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ എന്താണ് ചോദിക്കുന്നത് ആ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. പേര് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ ഷോ ചെയ്ത് വരും. അഡ്രസ്സ് ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറയും. നിങ്ങൾ എന്ത് ചെയ്യുക, ടേക്ക് എ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ ഒരു സെൽഫി, അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 രൂപ നിങ്ങളോട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു UPI ആപ്പിൽ നിന്ന് പേ ചെയ്യാൻ പറയും. നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ പേയോ ഫോൺ പേയോ ഏതെങ്കിലും ഒരു UPI ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് 1 രൂപ ഇവർക്ക് അയച്ചു കൊടുക്കുക. ആ 1 രൂപ അപ്പം തന്നെ അവർ ഇട്ട് തരും കേട്ടോ. പിന്നെ ഈ 1 രൂപ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ബാങ്കിലെ പൈസ തട്ടിയെടുക്കാനൊന്നും പറ്റില്ല. കാരണം 1 രൂപ നമ്മളാണ് ഇതിൻ്റെ, നമ്മളെ ആക്ഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. ഓക്കെ, 1 രൂപ സെൻഡ് ആയി കഴിഞ്ഞാൽ അത് വെരിഫൈ ആവും. വെരിഫൈ ആയതിനു ശേഷം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കാം. ശേഷം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ അപ്ലോഡ് ലേറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്ലോഡ് ലേറ്റർ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങളോട് ആഡ് ലേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. നോമിനി ആഡ് ചെയ്യണമെന്ന് ചോദിക്കും. നോമിനി ആഡ് ലേറ്റർ കൊടുത്താൽ മതി. ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ശേഷം സൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. കാരണം നമ്മൾ എന്ത് ചെയ്യണം, KYC ചെയ്യണം. ഓക്കെ, ആധാർ KYC ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് സൈൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ അടിക്കാൻ പറയും. അതിനുശേഷം NSDL എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈറ്റാണ്, അത് വരുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, ആ ഒരു ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു സൈറ്റിലോട്ട് പോകും. ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ NSDL അപ്രൂവ്ഡ് സൈറ്റാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കാൻ ആവശ്യമില്ല. നിങ്ങൾ ആധാർ നമ്പർ കൊടുക്കുക. അതിലോട്ട് സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ആധാർ കൊടുത്ത നമ്പറിലോട്ട് OTP അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടുന്ന് സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് അപ്രൂവ് ആവില്ല, നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഇവിടെ ഒന്നാമതിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിലോട്ട് എത്തും. മെയിൻ ഇൻ്റർഫേസിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് പറ്റും, അതായത് KYC സബ്മിറ്റഡ് 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ KYC അപ്രൂവ് ആക്കും എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രീൻ വരും. ഓക്കെ, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറ്റുവാണെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ അയച്ചിട്ടേക്കാം. ഓക്കെ, അതിനുശേഷം ഇന്നിപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ഇന്ന് രാത്രി തന്നെ അവർ ചെക്ക് ചെയ്തതിന് ശേഷം അപ്രൂവ് ആക്കിയിട്ട് പേയ്മെൻറ്റ് തരും. അല്ലാതെ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് പേയ്മെൻറ്റ് അയച്ചു തരും കേട്ടോ. എപ്പോഴാണ് നിങ്ങളുടെ അക്കൗണ്ട് അപ്രൂവ് ആവുന്നത് ആ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് 100 രൂപ കിട്ടിയിട്ടുണ്ടാവും. ഇതെനിക്ക് കിട്ടിയ പ്രൂഫാണ്, എൻ്റെ പ്രൂഫാണ്. ഓക്കെ, പക്ക വർക്കിംഗ് സാധനമാണ്. 1 രൂപ കിട്ടിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് KYC ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് 100 രൂപ റിസീവ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൂട്ട് ആരും മിസ് ചെയ്യണ്ട.
എല്ലാ ആൾക്കാരും കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ ഇത് ചെയ്യുന്നതുകൊണ്ട് വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഡിമാറ്റ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാതെ യൂസ് ചെയ്തിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ നമുക്കൊരു പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷം ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മതി. അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ഡീആക്ടിവേറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതുവരെ കണ്ടല്ലോ.